നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, റിലേഷൻഷിപ്പ് റീഡിങ്ങിന് ഇന്ന് ഞാൻ പൈൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇന്ന് നോക്കാൻ പോകുന്നത് ദിസ് വിൽ സർപ്രൈസ് യു സൂൺ എന്നാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പിക്ചർ കിട്ടി, അപ്പോൾ ഞാനത് ആക്കി ടോപ്പിക്ക്. സോ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ എന്താ വരാൻ പോകുന്നത് നോക്കാം നമുക്ക്. ഓക്കെ, പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് ചിലപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നോ വടെവർ നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഈ ബന്ധത്തിൽ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് എന്താണ് വരാൻ പോകുന്നത്? അതിന് 2 പൈൽ വെച്ചിട്ടുണ്ട്. സോ രണ്ടും ഈവിളായി തന്നെയാണ്. ഓക്കെ, ഈവിളായിൻ്റെ ഇത് ഫസ്റ്റ് പൈൽ. ഓക്കെ, പൈൽ 1 ഇതാണ് ആൻഡ് പൈൽ 2 ഇതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചൂസ് ചെയ്തോളൂ, അല്ലെങ്കിൽ 1, 2 എന്ന് വെച്ചിട്ട് ചൂസ് ചെയ്തോളൂ. ഓക്കെ, സോ പൈൽ 1 ആൻഡ് പൈൽ 2. ഓക്കെ, വാട്ട് ഈസ് സർപ്രൈസിങ് യു സൂൺ? നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഈ ബന്ധത്തിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൈൽ 1 നിന്ന് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സർപ്രൈസ് ആയിട്ട് എന്താ വരാൻ പോകുന്നത്? റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ ബന്ധത്തിൽ പേഴ്സൻ്റെ അല്ലെങ്കിൽ whatever എന്താണ് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ എന്താ വരാൻ പോകുന്നത്? ഓക്കെ, സോറി, ഞാൻ തിരിച്ചു പിടിച്ചതാണ്. ഓക്കെ, സൺ, ജഡ്ജ്മെൻറ്റ്, 8 of Wands. വാവ്, ബ്യൂട്ടിഫുൾ, ഓസം. ആക്ച്വലി ഇവിടെ എനിക്ക് കാണുന്നത് സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ ഒരു മനസ്സ് തുറന്ന് ഒരു കൺഫെഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവരുടെ ഫീലിങ്സ്, അവരുടെ മനസ്സിലുള്ളത് എന്ത് ചിന്തകളായാലും ശരി, ഈ ബന്ധത്തിനെ കുറിച്ച് അവരെന്താണ് ആഗ്രഹിക്കുന്നത്, എന്താണ് അവർക്ക് പറയാനുള്ളത്, അവരുടെ ഫീലിങ്സ്, അവരുടെ സന്തോഷം. കാരണം ഇവിടെ ഒരു സന്തോഷമായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ഹാപ്പിനെസ് ആണ് ആക്ച്വലി. ഞാനിവിടെ മെസ്സേജ് വരുന്ന രീതിക്കാണ് കാണുന്നത്. മെസ്സേജ് അല്ലെങ്കിൽ ഒരു കൺഫെഷൻ വരും. അവർ കുറേ ചിന്തിച്ച് തീരുമാനം എടുത്ത പോലെയാണ്. ഓക്കെ, അവർ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച് അവർ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അവർ ന്യായം ചെയ്യണം നിങ്ങളോട് എന്ന രീതിക്ക് അവർക്ക് തോന്നൽ വന്നിട്ടുണ്ട്. ആൻഡ് മനസ്സിലുള്ളത് ഇത്രയും കാലം ഐ തിങ്ക് അവർ അടക്കി വെച്ചിട്ടുണ്ടാവും. അവരധികം തുറന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല, ചിലത് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലവർ കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയതായിരിക്കാം. ഓക്കെ, വിട്ടുപോയതാണെങ്കിൽ തിരിച്ചു വരും എന്ന രീതിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു മെസ്സേജ്, നിങ്ങൾക്കൊരു ഒരു പോസിറ്റീവായിട്ടൊരു നിങ്ങൾ തമ്മിലൊരു കണ്ടുമുട്ടൽ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ അവർ വരാം, നിങ്ങളെ കാണാൻ വരാം, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊരു ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് നിങ്ങൾ ചിലപ്പോൾ എവിടെയും വെച്ച് മീറ്റ് ചെയ്യാം, അങ്ങനെയാവാം. അപ്പോൾ ഒരു സംസാരം വരും, ഒരു കോൺവെർസേഷൻ വരും. ആൻഡ് അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാപ്പിനെസ്, ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അവരെ വരുന്നത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കൊണ്ടുവരും. അവരെ മനസ്സിൽ നിന്ന് ചിലപ്പോൾ എല്ലാം ഇങ്ങനെ ഇപ്പം നമ്മൾ കുറച്ചൊന്ന് റിയാലിസ്റ്റിക് ആയിട്ട് കൂടി ആലോചിക്കണം. ബട്ട് എനിവേ, നമുക്ക് സ്വപ്നം കാണുന്നതിൽ എന്താ പറയുക, ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ പറയുന്നത് അത്രയും നല്ലൊരു മൊമെൻ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ന്യായമാണ് കിട്ടുന്നത്. യൂണിവേഴ്സായിട്ട് നിങ്ങളോട് ന്യായം ചെയ്യുകയാണ്. പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാപ്പ് പറയലായിരിക്കാം. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ആൻഡ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിക്കും ആവാം. കുറച്ച് പേർക്ക് ഒരു മേ ബി നിങ്ങൾ വളരെ സമയങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുക, എവിടെയെങ്കിലും യാത്ര പോവുക, അങ്ങനെയാവാം. കുറച്ച് പേർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം തന്നെ തുറന്ന് മേ ബി എല്ലാവരോടും പറയുന്ന രീതിക്ക്, ഓക്കെ, പബ്ലിക് ആവുന്ന രീതിയിൽ അങ്ങനെ വരാം. ഓക്കെ, നിങ്ങൾ അതിന് റെഡി ആണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ മേ ബി പേഴ്സൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ എല്ലാവരോടും പറഞ്ഞ് ഇതിനെ ഒരു ഒഫീഷ്യൽ രീതിയിലേക്ക് നിങ്ങളാക്കുന്ന രീതിയിലും ആയിരിക്കാം, അങ്ങനെയും പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് എല്ലാ തരത്തിലും ഉണ്ട്. സോ ഇവിടെ ഒരു ഇത്രയും കാലം ഹോൾഡ് ബാക്ക് ചെയ്തത്, ഓക്കെ, അതിൽ നിന്നൊന്ന് മാറി വരും. അതിൽ നിന്നൊരു സിറ്റുവേഷൻ ചേഞ്ചാണ് വരുന്നത്. ഇത്രയും കാലം അവർ മനസ്സിലടക്കി വെച്ചത് അല്ലെങ്കിൽ പറയാത്തത് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ പ്രത്യേകിച്ചും നിങ്ങൾക്ക് കാണാം. ആൻഡ് അത് നല്ല ഒരു ഇതായിരിക്കും. അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ എല്ലാം. ഓക്കെ, വളരെ അതാണ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കില്ല ദറ്റ് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വാക്കായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്നൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാര്യം അവർ പറയുന്നത് ചിലപ്പോൾ നിങ്ങളത് പ്രതീക്ഷിക്കുക പോലുമില്ല. പക്ഷെ അങ്ങനെ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, സ്കാർഡ്, ഓക്കെ, റിസ്റ്റോർ, വെരി നൈസ്, ഹീൽ, വാവ്, രണ്ടും ഒരേ കാര്യം, ഡെസ്റ്റിനി.
ഐ കാൺ ബിലീവ് ഫൈൻഡിങ് യു ഇസ് ലൈക്ക് എ മിറക്കിൾ. ഐ നോ ഐ ഹാവ് ടു ബി ദ വൺ ടു മേക്ക് ദ ഫസ്റ്റ് മൂവ്. ഇതാണ് ഞാൻ പറഞ്ഞത്. പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു മൂവ് പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അവർ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ, അങ്ങനെ എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മാപ്പ് പറച്ചിൽ, സിറ്റുവേഷനെ ബെറ്റർ ആക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുണ്ടാവും. ഒരു മെസ്സേജെങ്കിലും ഉണ്ടാവും. ഹീൽ ഫ്രം പാസ്റ്റ് വൂൺസ് റിലേറ്റഡ് ടു റിലേഷൻഷിപ്സ് ബിഫോർ വെൽക്കമിങ് ദ റൈറ്റ് പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ഒരുപാടത്തേക്കും വേദനിച്ചിട്ടുണ്ടാവും, വിഷമിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഹീൽ ആവാൻ തുടങ്ങി കാണും ഓട്ടോമാറ്റിക്കലി. അല്ലെങ്കിൽ എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ആവും എന്ന രീതിക്കാണ്. എനിവേ, അങ്ങനെ അപ്പോൾ നിങ്ങൾ ഹീലാവാൻ തുടങ്ങുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സ്വയം ഹീലാവാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കാത്തിരുന്ന് മതിയായി, അല്ലെങ്കിൽ വേദന അനുഭവിച്ച് മതിയായി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളൊരു ലേശം മൂവ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് മാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിക്കും നിങ്ങളുടെ ലൈഫിൽ റൈറ്റ് വ്യക്തി വരും എന്നാണ് പറയുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണെയാണ്. സോ യെസ്, അവർ തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. റെസ്റ്റോർ, വി ഹാവൻ ബീൻ സോ ക്ലോസ് ഫോർ എ വൈൽ നൗ. സി, അവർ വീണ്ടും നിങ്ങളുമായിട്ട് അടുപ്പം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ കാണാൻ, മീറ്റ് ചെയ്യാൻ, സംസാരിക്കാൻ, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം വീണ്ടും സ്ട്രോങ് ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ എം സ്ട്രൈവിങ് ടു മെൻഡ് മൈസെൽഫ് ഓൾ ഫോർ ദ സേക്ക് ഓഫ് വെയിറ്റിംഗ് ഫോർ എ ബിലവഡ്. സി, അവരെ തന്നെ ഹീലാക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ഹീലാവുന്നുണ്ട്, നിങ്ങളും ഹീലാവുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പും ആക്ച്വലി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറേ നിങ്ങൾക്ക് ശരിക്കും ഒരു മാറ്റം, ഒരു ചേഞ്ചസ്. ഓക്കെ, പേഴ്സൺ ആക്ച്വലി നിങ്ങൾ തമ്മിൽ ഡെസ്റ്റൈൻഡ് ആണ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇടപെടുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ന്യായമാണ്. ഓക്കെ, യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഇവിടെ അതിനുള്ള സമയമായി എന്ന് തന്നെയാണ്. ഐ തിങ്ക് നിങ്ങൾ സർപ്രൈസായിട്ട് ചിലപ്പോൾ ഒന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അല്ലെങ്കിൽ ഒരു പേഴ്സണുമായിട്ട് റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് പൈൽ 2ലേക്ക് പോവാം. പൈൽ 2കാർക്ക് സർപ്രൈസായിട്ട് എന്താ വരാൻ പോകുന്നത് നോക്കാം. പൈൽ 2, വാട്ട് ഈസ് ഗോയിങ് ടു സർപ്രൈസ് യു സൂൺ? ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് വളരെ സർപ്രൈസായിട്ട് എന്താ വരാൻ പോകുന്നത്? ഐ ഹോപ്പ് എന്തെങ്കിലും ഹാപ്പി ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഞാൻ ഒന്നും ഓക്കെ, സർപ്രൈസായിട്ട് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് ഈ ബന്ധത്തിൽ? നൈറ്റ് ഓഫ് കപ്സ്, ടെമ്പറൻസ്, ബാലൻസ്. രണ്ട് പൈലും വളരെ നല്ല ഇതാണ്. ഓക്കെ, പക്ഷേ ഇതെന്താണ് ഇവിടെ നെഗറ്റീവ്? ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഓക്കെ, ഫൈൻ. ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്ക് ഒരു കൺഫർമേഷൻ. യെസ്, ഓക്കെ. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന രീതിക്ക് കാണുന്നുണ്ട്. അത് ആരും ആവാം. ഓക്കെ, എന്ത് ഒരു വേറെ റിലേഷൻഷിപ്പ് ആവാം, വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം. ഡെവിൾ എനർജീൻ്റെ, ഹൈ പ്രിൻസസ് എനർജീൻ്റെ ചില സീക്രട്ട് എന്ന രീതിക്കാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ഹിഡൻ ആയിട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈവൻ ഡാർക്ക് മാജിക്, ബ്ലാക്ക് മാജിക് എന്ന രീതിക്കും ആയിരിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ച് കാണാം. കാരണം ഇവിടെ ഡിസ്റ്റൻസ് എന്ന രീതിക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3 ഓഫ് കപ്സ്, 3 എനർജി വീണ്ടും വന്നു. സോ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയാണ്. തേർഡ് പാർട്ടി ആരും ഉണ്ടായിരുന്നു, നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിരുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, ബട്ട് അതിൽ നിന്ന് മേ ബി ആ സീക്രട്ട് നിങ്ങൾ അറിയുമായിരിക്കും. ഓക്കെ, നിങ്ങൾ ആ സീക്രട്ട് അറിഞ്ഞ് കാണാം ഓൾറെഡി. ഓക്കെ, അല്ലെങ്കിൽ ആരാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് നിങ്ങളുടെ ഇടയിൽ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും ഓൾറെഡി. അതുമായിരിക്കാം. ഓക്കെ, അത് എനിവേ ഇവിടെ സിറ്റുവേഷൻ പറഞ്ഞാണ് ഞാൻ. പക്ഷേ ഇപ്പം എനിക്ക് കാണുന്നത് നിങ്ങൾ സർപ്രൈസ് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്ത് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത് തേർഡ് പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ വാക്കുകളിൽ നിന്ന്, തേർഡ് പാർട്ടി നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓക്കെ, അത് അവർക്കൊരു ബേർഡനായിട്ട് മാറിയതായിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി തന്നെ അവർക്കൊരു ബേർഡനായിട്ട് മാറിയിട്ടുണ്ട്. തേർഡ് പാർട്ടിയുടെ കൂടെയുള്ള വേറൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ പാരൻസ് ആയാലും ഓക്കെ, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ആരായാലും ശരി. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ആ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് പുറത്ത് വരുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു വീണ്ടും ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഒരു പ്ലാനിങ് ഐ തിങ്ക് ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്ക് സർപ്രൈസ് അതായിരിക്കും. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. ഒരു
പുതിയ തുടക്കം വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അഗൈൻ ഇവിടെ അത് തന്നെയാണ് സെക്കൻഡ് പൈലിലും. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ അധികം ഉണ്ട്. പക്ഷേ അതിൽ നിന്ന് പുറത്തു വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. അതായത് നിങ്ങൾ ഇപ്പോൾ സർപ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ തേർഡ് പാർട്ടി വിട്ടുപോയി, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞ് ഞാൻ വരുന്നു എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ അവർ തേർഡ് പാർട്ടിയെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ പോലും അതിൽ നിന്ന് മാറിയിട്ട് തീർച്ചയായും നിങ്ങളെ ചൂസ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളെ ചൂസ് ചെയ്യുന്നു, നിങ്ങളോടുള്ള അടുപ്പം വീണ്ടും അവർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മാപ്പ് പറയാൻ, അല്ലെങ്കിൽ മാപ്പിൻ്റെ അല്ല, ഇവിടെ ഒരു കോംപ്രമൈസ് കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് വരാം. ആൻഡ് എന്തായാലും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ ശ്രമിക്കുന്ന പോലെ, നിങ്ങൾ തമ്മിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ പോർഷൻ എൻഡിങ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നു. തേർഡ് പാർട്ടിയുടെ ഭാഗം അല്ലെങ്കിൽ അവരുടെ പേടികളായിരിക്കാം. അങ്ങനെയും പറയാം. അവരുടെ പേടികൾ, അവരുടെ മനസ്സിലുള്ള ഫിയേഴ്സ്, കാര്യങ്ങൾ അതൊക്കെ മാറിപ്പോകുന്നതുമായിരിക്കും. അതൊക്കെ അവർ മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് മുന്നോട്ട് വരുന്ന പോലെ. ലെറ്റ്സ് സീ തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ. ഡെവിൾ ആൻഡ് ഹൈ പ്രീസ്റ്റസ് ഇവിടെ എന്താണ് കാണിക്കുന്നത് നമുക്ക്? കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 5 കപ്സ്. യെസ്, ഒരു തേർഡ് പാർട്ടി തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു ചീറ്റിംഗ് കിട്ടിയതായിരിക്കാം. അതിന് ചിലപ്പോൾ നിങ്ങൾ അറിയും, ആ വിവരം അറിയും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എൻഡായി പോയി എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയുടെ ഒരു അട്രാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ അവർ തമ്മിലൊരു നിങ്ങളുടെ പേഴ്സണിനെ അവർ പിടിച്ചു വെക്കാൻ ശ്രമിച്ചായിരിക്കാം, എന്തും ആവാം. ബട്ട് ഇവിടെ എനിക്ക് കാണുന്നത് അതിൽ നിന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ പുറത്തു വരുന്നതായിട്ടാണ്, നിങ്ങളെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അവരുടെ ലൈഫിൽ അവർ ബാലൻസ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടാണ്. ഇവിടെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു റീസ്റ്റാർട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും തേർഡ് പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് വരുന്ന പോലെ, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് അവരൊരു ടോട്ടലി ഉപേക്ഷിച്ചിട്ടല്ലെങ്കിലും ഒരു മാറിയിട്ട് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. വാക്കിംഗ് അവേ. യെസ്, തേർഡ് പാർട്ടിയിൽ നിന്ന് വാക്ക് അവേ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് കാണുന്നത്. തേർഡ് പാർട്ടിയെ വിട്ട് മാറുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ആൻഡ് വാക്കിംഗ് ടുവേർഡ്സ് യു എന്നാണ്. തേർഡ് പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അതിനുള്ള പ്ലാനിങ് അവരുടെ മനസ്സിൽ അതിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ എത്രയും പെട്ടെന്ന് ഐ തിങ്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സന്തോഷം എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇവിടെ. 2 സിറ്റുവേഷൻ എന്ന രീതിക്ക് ഉണ്ടായിരുന്നു. അത് വേറൊരു പേഴ്സൺ എന്ന രീതിക്കായിരിക്കാം. അതിപ്പോൾ ആരും ആവാം. പറഞ്ഞ പോലെ ഫാമിലി, ഫ്രണ്ട്സ്, ആരും ആവാം. ബട്ട് ആ തേർഡ് പാർട്ടിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുകയാണ്. അതാണ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വരാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരു എന്താ പറയുക, ആഗ്രഹം തന്നെ ഉപേക്ഷിച്ച് കാണാം. എന്നിട്ട് നിങ്ങൾ പ്രതീക്ഷ തന്നെ വിട്ട് കാണാം. ബട്ട് അതിനൊരു റിന്യൂവൽ എനിക്ക് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ. സെയിം തിങ് മറ്റേലും. എൻഡ്യൂർ. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ രണ്ടും കുറച്ച് റിസ്ക്. ലിബറേറ്റിംഗ്. യെസ്, സംതിങ് ഈസ് ഹോൾഡിംഗ് ദം ബാക്ക് ബട്ട് യുവർ പേഴ്സൺ വിൽ റിലീസ് ദംസെൽസ് ആൻഡ് കം ടു യു. ഞാൻ പറയുന്നത് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഞാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി പറയലല്ല. കൺഫർമേഷൻ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലാണ് ഷഫിൾ ചെയ്തത്. ഫസ്റ്റ് പൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അതിൽ വന്ന കാർഡ്സും ഇതിൽ വന്ന ഈ കാർഡ് റിപ്പീറ്റ് ഉണ്ട്. അതിലുണ്ടായിരുന്നു, ഇതിലുണ്ട്. ബട്ട് ഐ തിങ്ക് സിമിലർ സിറ്റുവേഷൻസ് ആണ്. എല്ലാവരും വിഷമങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ, പേഴ്സൺ എന്തോ നിങ്ങളുടെ അടുത്ത് നിന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്ന എന്തോ ഒരു കാര്യമുണ്ട്. അത് പേഴ്സണിനെ പിന്നോട്ട് വലിക്കുന്നത്. അതിപ്പോൾ അവരുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് അവർ റിലീസായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. സോ നമ്മുടെ കൺഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ലിബറേറ്റ് ഹീൽ ഫ്രം പാസ്റ്റ് വൂൺസ്. നിങ്ങൾ ആക്ച്വലി ഇവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ തന്നെ ഹീൽ ചെയ്യാം. യെസ്, പേഴ്സണിന് എന്തെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കറിയാം. മാപ്പ് കൊടുക്കാനും വിട്ട് കൊടുക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ട് അവർക്ക് മാപ്പ് കൊടുക്കുക. തിരിച്ച് സ്വീകരിക്കണോ വേണ്ടേ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് കേട്ടോ. പേഴ്സൺ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. ദാറ്റ്സ് അപ് ടു യു. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു അപ്രോച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. ആൻഡ് ഇവിടെ എൻഡ്യൂർ. ഐ ഹാവ് ബീൻ ട്രൈങ് ടു സപ്രസ് ദ പെയിൻ ഓഫ് നോട്ട് ഹാവിങ് യു അറൗണ്ട്. നിങ്ങളില്ലാതിരുന്നത് അവർക്ക് ഒരുപാട് വേദന കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ അതുകൊണ്ട് തേർഡ് പാർട്ടിയിലാണെങ്കിലും അവരെവിടെയോ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്, വേദന അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളില്ലാതെ. ആ പെയിൻ അവർ ഉള്ളിൽ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഇപ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ തേർഡ് പാർട്ടിയെ വിട്ടുമാറി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. എവറി ലവ് സ്റ്റോറി ഹാസ് റിസ്ക് ബട്ട്
ദേ മേക്ക് ഇറ്റ് റിയൽ. അവർ റിസ്ക് എടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ്. ഓക്കെ, റിസ്ക് എടുത്തിട്ടായാലും അവർ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൻഡ് ലിബറേറ്റിംഗ്. യു കാൺട്ട് ഹീൽ എ ടോക്സിക് ലവർ. റിയലൈസിങ് ദിസ് യു വിൽ ഫൈൻഡ് ഫ്രീഡം. ഐ തിങ്ക് അവർ ഒരു ടോക്സിക് സിറ്റുവേഷനിലായിരുന്നു. ഇവിടെ നമ്മൾ ഡെവിളൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ടോക്സിക് എനർജിയാണ്. സോ അവർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട് നിന്നായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട് അവർ. ലിബറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആവുക അല്ലേ, ഫ്രീഡം കിട്ടുക എന്നാണ്. സോ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ഫ്രീ ആയിട്ട് നിങ്ങളെ ചൂസ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് ആക്ച്വൽ സ്നേഹം ആരടുത്താണ്, ആരാണ് അവരുടെ ലൈഫിൽ പ്രോപ്പർ എന്ന രീതിക്കൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് പറയുമ്പോൾ നമ്മളൊരു ഫീലിങ്സ് ഇമോഷൻസും ഒരു മെസ്സേജൊക്കെയാണ്. ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ വരിക അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം പങ്കുവയ്ക്കുക എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിലൊരു പാഷനേറ്റ് ആയിട്ട് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നു എന്നാണ്. ഓക്കെ, ആൻഡ് അതിന് തേർഡ് പാർട്ടിയെ വിട്ടിട്ട് അവർ നിങ്ങളെ ചൂസ് ചെയ്യുന്ന രീതിയിലാണ്. അതാണ് നിങ്ങൾക്കുള്ള സർപ്രൈസ്. ഓക്കെ, സോ നമുക്ക് ഐ ഹോപ്പ് ഇത് കുറേ പേർക്ക് നിങ്ങൾ റെസനേറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.